ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ജാഗ്രത കുറവ് CPIM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നതിനനുസരിച്ച് മുൻപ് BJP രാജ്യത്തുടനീളം കോൺഗ്രസിനെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തെ തുടച്ചു നിൽക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും തമ്മിൽ ഇതാ മുഖാമുഖം മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പ്രതികരിച്ച് കേൾക്കുന്നത്. അപ്പോൾ രണ്ട് കക്ഷികളും UDF ആയിക്കോട്ടെ ND ആയിക്കോട്ടെ പ്രധാന ശത്രുവായി ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേസ് ചെയ്തത് LDF-നെയാണ്. അപ്പോൾ രണ്ട് കക്ഷികളെ അഭിമുഖീകരിക്കുന്നതിൽ ഒരാൾ ഒരു വർഗീയ കക്ഷിയായി മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് കക്ഷികളെ അഭിമുഖീകരിക്കുന്നതിൽ എവിടെയെങ്കിലും ജാഗ്രത കുറവ് സംഭവിച്ചോ LDF-ന്? അല്ല, ഞാൻ ഈ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. ശ്രീകുമാർ ചേട്ടൻ, ഞാൻ 2010 കണക്ക് മാത്രമേ ഉദ്ധരിച്ചു എന്നുള്ളൂ. താങ്കൾ ഇപ്പോൾ 91 കണക്ക് കൂടി ഉദ്ധരിച്ചു. അത് വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം എന്ന് പറയുന്നത് UDF-ന് അനന്തമായ വിജയവും LDF-ന് എല്ലാ കാലത്തേക്കുമുള്ള പരാജയം സമ്മാനിക്കുന്ന ഒന്നല്ല. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും, അത് ചെറിയ ഷോർട്ട് സ്പാനിൽ നടന്നാൽ പോലും, ഒരു 6 മാസത്തെ വ്യത്യാസത്തിൽ നടന്നാൽ പോലും കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ വിജയത്തുകൾ ഉണ്ടാവുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ 2019 കണ്ടതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19 സീറ്റിലും UDF ജയിച്ചു. അന്ന് ആലപ്പുഴയിൽ മാത്രമായിട്ട് LDF ഒതുങ്ങി. പക്ഷേ നിയമസഭാ മെമ്പർമാരായിരുന്ന 6ഓളം UDF അംഗങ്ങൾ രാജിവെച്ചിട്ടാണ് 2019 MP-മാരായത്, കെ മുരളീധരൻ ഉൾപ്പെടെ. പക്ഷേ ആ UDF MP-മാർ രാജിവെച്ച ഒഴിവുകളിലേക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ 2019 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താ? UDF-ന്റെ കൈവശമുണ്ടായിരുന്ന 6 സിറ്റിംഗ് മണ്ഡലങ്ങളിൽ 5 എണ്ണവും LDF പിടിച്ചെടുത്തു. ഇത് നമ്മുടെ മുമ്പിലെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞാൻ 2091 കണക്ക് താങ്കൾ ഉദ്ധരിച്ചതിനെയും അംഗീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് മാത്രം എല്ലാ കാലത്തേക്കുമുള്ള ഒന്നല്ല. അത് BJP-യോടും ഞങ്ങൾ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു മുൻതൂക്കം ഉണ്ടായി, തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്നുള്ളത് കൊണ്ട് അതോടുകൂടി നിങ്ങളാകെ വല്ലാതായി എന്നല്ല. കാരണം എന്താ? BJP-യുടെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ നേരത്തെ അവർ കൈവശം വെച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വലിയ തിരിച്ചടി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇങ്ങനെയെല്ലാം വിധിയുണ്ടായതിൽ കേവലം രാഷ്ട്രീയം മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്? അല്ല, കമ്മ്യൂണൽ പോളറൈസേഷൻ നല്ലതുപോലെ UDF-ഉം BJP-യും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായിട്ട് രണ്ടു കൂട്ടരും ഒരുപോലെ എടുത്തുദ്ധരിച്ചതാണ് ശബരിമല വിഷയം. ആ ശബരിമല വിഷയം ഉദ്ധരിച്ചപ്പോൾ അത് നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ അനുഭവം എന്താ? ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന പന്തളം നഗരസഭ, അതിൻ്റെ ചുറ്റുപറ്റത്തുമുള്ള 3ഓളം ഗ്രാമപഞ്ചായത്തുകൾ, അത് നിലവിൽ BJP ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ആ 3 ഗ്രാമപഞ്ചായത്തുകളിലും പന്തളം നഗരസഭയിലും BJP-യുടെ ഭരണം നഷ്ടമായി. ഈ 4ഇടത്തും LDF ആണ് വന്നത്, UDF അല്ല. അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോഴും BJP-ക്ക് എതിരായിട്ടുള്ള ഇങ്ങനെ ഒരു വിരുദ്ധ വികാരം. നേരത്തെ കാസർഗോഡ് ഉദ്ധരിച്ചു BJP പ്രതിനിധി. എന്താ മധൂർ പഞ്ചായത്തിൻ്റെ അവസ്ഥ? നിങ്ങൾ നല്ല ക്ലീൻ സ്വീപ്പിൽ വലിയ ഭൂരിപക്ഷം നേടാറുള്ളതാണ്. അവിടെ UDF-ന് 2-3 സീറ്റ്, LDF-ന് 1-2 സീറ്റ് കിട്ടും. ഇതായിരുന്നു മധൂർ പഞ്ചായത്ത്. എന്നാൽ ഇത്തവണ വലിയ നിലയിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾക്ക് BJP-യുടെ സീറ്റിൽ വലിയ കുറവുണ്ടായി. കാസർഗോഡ് നഗരസഭയിൽ നിലവിൽ നിങ്ങൾക്ക് 14 സീറ്റ് ഉണ്ടായിരുന്നതാണ്. നിങ്ങളുടെ 2 സിറ്റിംഗ് വാർഡുകൾ കുറഞ്ഞ് 12 സീറ്റിലേക്ക് നിങ്ങൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ പുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 2 ടേം തുടർച്ചയായിട്ട് നിങ്ങൾ 2015-ലും 20-ലും BJP ജയിച്ചതാണ്. അതിപ്പോൾ നിങ്ങൾ തോറ്റിരിക്കുകയാണ്. അപ്പോൾ BJP-യുടെ മറ്റ് ചിലയിടങ്ങളിലെ വിജയം ഉണ്ടാകുമ്പോൾ തന്നെ BJP-ക്ക് ഇങ്ങനെയും ചില തിരിച്ചടികൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ കാണണം. പക്ഷേ ആത്യന്തികമായിട്ട് ഇവിടെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്, തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അത് നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞു. രാഷ്ട്രീയമായ കാരണങ്ങൾ എന്താണ് ഈ തിരിച്ചടിക്ക്? സംഘടനാപരമായ കാരണങ്ങൾ എന്താണ്? അതിലെവിടെയാണ് ഞങ്ങൾ തിരുത്തൽ വരുത്തേണ്ടത്? ഒരു സംശയവുമില്ലാതെ അത് നിർവഹിക്കും. അങ്ങനെയേ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെയുള്ള ചില തെരഞ്ഞെടുപ്പുകൾ തിരിച്ചടി ഉണ്ടായപ്പോൾ തൊട്ട് പിറകെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് അതിജീവിച്ച് വരാൻ വേണ്ടി കഴിഞ്ഞത്. തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തലുകൾ വരുത്തി ജനവിശ്വാസം വീണ്ടെടുത്തിട്ടാണ്. ഇല്ലെങ്കിൽ എന്നേ LDF പോകണം. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചപ്പോൾ കേരളം അന്ന് കോൺഗ്രസിനെയും UDF-നെയും അല്ല വരവേറ്റത്. അന്ന് ലോക്സഭയിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വട്ടപൂജ്യം.
നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ. പക്ഷേ 980 3 വർഷം കഴിഞ്ഞപ്പോൾ 980 EK നായനാർ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇടതുപക്ഷത്തിന് ആദ്യമായിട്ടൊന്നുമല്ല. തൊട്ട് പിറകെ തന്നെ വലിയ വ്യത്യാസം, വലിയ ലോങ് ടേം ഇല്ലാതെ തന്നെ ഇടതുപക്ഷം തിരിച്ചു വന്നിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഒരുപോലെ എങ്ങനെയാണ് കമ്മ്യൂണൽ പോളറൈസേഷൻ കൂടി നടത്തിയിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും ഇടതുപക്ഷം മുറുകെ പിടിക്കുന്ന സെക്യുലർ ഫാബ്രിക്കിനെ ദുർബലപ്പെടുത്തുന്നുണ്ടോ? ഞങ്ങളുടെ പാർട്ടി പരിശോധിക്കണം. തീർച്ചയായിട്ടും ആ പരിശോധന ഞങ്ങൾ നടത്തും. കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഇടതുപക്ഷ ആശയങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ, ആ മേൽക്കൈയിൽ ദുർബലത വരുത്തുന്ന വിധത്തിൽ ഈ വർഗീയ ധ്രുവീകരണ പ്രചരണങ്ങൾ യേശുന്നുണ്ടോ? ഉണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് നൽകുന്നത്. അതുൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ആഴത്തിലുള്ള പരിശോധന, അതിനനുസരിച്ച് ഇടതുപക്ഷ ആശയങ്ങൾക്ക് കൂടി, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മേൽക്കൈ മാത്രമല്ല, രാഷ്ട്രീയമായ ബലാബലത്തുള്ള മേൽക്കൈ മാത്രമല്ല, ഇടതുപക്ഷ ആശയങ്ങൾക്ക് തന്നെ കേരളീയ സമൂഹത്തിലുള്ള ഒരു ഹെജിമണി നിലനിർത്താൻ, അത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ പ്രവർത്തനം എല്ലാ തലങ്ങളിലും, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നടത്തിയാൽ പോരാ എന്നുകൂടി ഇടതുപക്ഷത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്.